സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പിണറായി വിജയൻ കേസ് അന്വേഷണം മാറ്റിമറിക്കാനുള്ള എല്ലാ സമ്മർദ്ദവും സർക്കാരുമായി പോവേണ്ടതാണ്. പക്ഷേ മാണിയെ രക്ഷിക്കാനുള്ള നിയമവിരുദ്ധമായ ബാധ്യത ഉമ്മൻചാണ്ടി ഏറ്റെടുത്തതുകൊണ്ട് വിജിലൻസ് ഡയറക്ടറുടെ മേൽ സമ്മർദ്ദം വന്നുവെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. വിജിലൻസ് ഡയറക്ടർ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല. പക്ഷേ എന്തുകൊണ്ടോ വിൻസൻ അപ്പോൾ സമ്മർദ്ദത്തിന് വിധേയനായി. അതിന്റെ ഫലമായാണ് SP-യുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളി കോടതിയെ സമീപിച്ചതെന്നും പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരായ കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷം ഗവർണറെ കാണുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് തിരക്കിന് ശേഷം കക്ഷി നേതാക്കൾ കൂടിയാലോചിച്ച് തീയതി നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ തദ്ദേശം 15-ൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാണിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി പ്രക്ഷോഭം നടത്തും. ബാർ കേസിൽ സർക്കാർ അപ്പീലിന് പോയാൽ ഇടതുമുന്നണി നേതാക്കളും കേസിൽ കക്ഷി ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ 101 തവണ അന്വേഷണം നടത്താം എന്ന് മാണി പറയുന്നതിൽ കാര്യമില്ല. മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞ് അന്വേഷണത്തെ നേരിടാമോ എന്നതാണ് കാര്യം. ഇതിന് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. മേൽനോട്ടം വഹിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുമ്പോൾ വിൻസൻ അപ്പോൾ ഇങ്ങനെ ഒരു മേൽനോട്ടമാണ് വഹിക്കുക എന്ന് അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു. സമ്മർദ്ദത്തിന് വിധേയമായി തെറ്റായി പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജേക്കബ് തോമസ് ബാർ കേസ് അന്വേഷണത്തിൽ ഉണ്ടെന്ന് നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി തന്നെ അറിയിച്ചതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ൽ മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രൂപത്തിലുള്ള ഐക്യമുന്നണിയാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാണി ഗ്രൂപ്പിൽ ബാർ വിഷയവും പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടാണ് KM മാണി സ്വീകരിച്ചത്. ഇതെല്ലാം വിഷയമാകും.